ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ സാരി ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് കാണിച്ച അതേ പീസ് തന്നെയാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് കാണിക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട്. ഇതിൽ നമ്മൾ ഈ ഡാർട്ട്സൊക്കെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുണിയുടെ ഇപ്പുറത്തെ വശത്തേക്ക് കൂടെ വരാനായിട്ട് ഡാർട്ട്സൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് തെളിച്ച് വരയ്ക്കുവാണ് ചോക്ക് കൊണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് തെളിച്ച് വരച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ കറക്റ്റാക്കി പിടിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഡാർട്ട്സ് ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ചോക്ക് വെച്ച് ഇപ്പുറത്തെ സൈഡിൽ വന്ന ആ മാർക്കിങ്സ് ഒന്നുകൂടെ തെളിച്ച് വരച്ചിടണം. ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നേരത്തെ പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട് നടുക്കുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ രണ്ട് പീസ് കിട്ടും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മളിനി ആദ്യം ഈ ഒരു ഡാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡാർട്ടിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് തന്നെ പിടിക്കണം. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ഡാർട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചെറിയ ഡാർട്ടാണ് സൈഡിൽ കാണുന്ന. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് നമ്മുടെ ഈ ആം ഹോളിൻ്റെ ഭാഗത്തുള്ള മൂന്നാമത്തെ ഡാർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അത് നേരത്തെ കാണിച്ചതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ ഒരു കോണ് വരുന്ന ഭാഗം നേർപ്പിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. 3 ഡാർട്ട്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നിവർത്തി നോക്കാം. നിവർത്തി നോക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ആ സാരി ബ്ലൗസിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം കൂടി ഇതുപോലെ തന്നെ ഡാർട്ട്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബെൽറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് സെൻറ്ററിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് അതൊന്ന് 2 ഭാഗമാക്കി കൊടുക്കണം. ഞാനിവിടെ ബെൽറ്റ് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ 2 ഭാഗമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് തന്നെ 2 പീസ് ബെൽറ്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പീസ് ബെൽറ്റ് ഞാൻ മാറ്റി വയ്ക്കുവാണ്. എന്നിട്ട് ബെൽറ്റിന് കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതേ അളവിൽ തന്നെ വേറെ കുറച്ച് ലൈനിങ് മെറ്റീരിയൽസിൽ ഞാനിങ്ങനെ ബെൽറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 4 പീസ് കാണും. ഇനി ഈ ഒരു ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ലൈനിങ് പീസിൽ കട്ട് ചെയ്തെടുത്ത ഈ ബെൽറ്റാണ് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ വെച്ചു, രണ്ടാമത്തത് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്തായിട്ട് ഓരോ പീസസായിട്ട് ഇങ്ങനെ വെക്കുവാണ് ഞാൻ. ഇനി ഇതൊരു 2 പീസുണ്ട്. ഇത് ബ്ലാക്ക് കളറിൽ തന്നെ തുണിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ പീസ് എടുത്ത് ഇങ്ങനെ വെക്കണം. ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണുന്ന രീതിയിൽ നല്ല വശമാണ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. അടുത്ത ഇനി ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു പീസാണ് എടുക്കുന്നത്. ഇത് ലൈനിങ് പീസാണെങ്കിലും മതി. ഈ മെയിൻ ഫാബ്രിക്കിന് ഇങ്ങനെ 2 ബെൽറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ നല്ല ഭാഗം വരുന്നത് അടിയിൽ വരണം. പിന്നെ ഏതെങ്കിലും ഒരു പീസ് ഇങ്ങനെ പുറത്ത് വരണം. ഇങ്ങനെയാണ് ബെൽറ്റ് അറേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാരി ബ്ലൗസിൻ്റെ 2 ബെൽറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരെണ്ണം ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് സ്റ്റിച്ച് ചെയ്യണം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ അറേഞ്ചിൽ വരച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഈ എല്ലാ പീസും കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പേൾ പിൻസ് കുത്തി കൊടുക്കണം. ഈ ഒരു പീസ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുവാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അരയിഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്ക് വേണം പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് ഇതൊന്നിങ്ങനെ തിരിച്ചെടുത്ത് ഇടുവാണ്. ഇങ്ങനെ ഇതൊന്ന് തിരിച്ചെടുത്ത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ അറ്റേ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ്.
നമ്മുടെ ബെൽറ്റ് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ അറ്റേ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുവാണ്. നമ്മുടെ ബ്ലൗസിൻ്റെ ആദ്യത്തെ ബെൽറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആദ്യത്തെ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെൽറ്റാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആദ്യത്തെ ബെൽറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് എടുക്കുക. ഈ ഒരു പീസ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുവാണ്. ഞാനിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നേരത്തേതുപോലെ തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മളിത് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ പീസും ലെവലായിട്ട് പിടിച്ചിട്ട് ഇവിടെ നിന്ന് അറ്റത്ത് നിന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ്. ഇവിടെ ഈ തയ്യൽ വരുന്ന വശം നമ്മൾ പതിച്ചടിച്ച ആ വശം ബാക്കിൽ വരണം. അതാണ് ബെൽറ്റിൻ്റെ ചീത്ത വശം. അല്ലാത്ത വശമാണ് ഈ പ്ലെയിൻ ആയിട്ടുള്ള തയ്യലൊന്നും കാണാത്ത ഭാഗമാണ് നമ്മുടെ നല്ല വശം ബെൽറ്റിൻ്റെ. അപ്പോൾ ഇത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ 2 ബെൽറ്റും വന്നിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബെൽറ്റിൻ്റെ ഈ സെൻറ്ററിലെ ഈ ഒരു ലെങ്ത് അത് കറക്റ്റ് ആണോ എന്ന് ഇങ്ങനെ പിടിച്ച് നോക്കണം. ബെൽറ്റ് രണ്ടും ലെവലാണോ എന്ന് ഇങ്ങനെ നോക്കണം. അപ്പോൾ എനിക്കിവിടെ ലെവലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം. ഇനി ഈ 2 ബെൽറ്റ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ബെൽറ്റിൻ്റെ നല്ല വശവും പിന്നെ ഈ ബ്ലൗസിൻ്റെ മുകളിലത്തെ ഈ ഭാഗത്തിൻ്റെ നല്ല വശവും കൂടി കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിങ്ങനെ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത പീസ് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ അടുത്ത ഭാഗമാണ്. ഈ ഒരു മുകൾ ഭാഗത്തിൻ്റെ നല്ല വശം, ബെൽറ്റിൻ്റെ നല്ല വശം. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇങ്ങോട്ടാക്കിയിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ ബെൽറ്റിൻ്റെയും ഈ ഒരു മുകൾ ഭാഗത്തിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഈ 2 പീസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നേരെ പിടിച്ചിട്ട് ആ ഒരു നടുക്കത്തെ ആ ലെങ്ത്ത് ബ്ലൗസിൻ്റെ കറക്റ്റ് ആണോ നോക്കണം. അത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഹുക്ക് വയ്യൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അത് ശരിയാവാണ്ട് വരും. അപ്പോൾ ഇതിങ്ങനെ നോക്കണം. പിന്നെ നോക്കുമ്പോൾ അറിയാം ബ്ലൗസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് തുമ്പ്, ഈ ബെൽറ്റിൻ്റെ തുമ്പ് കുറച്ച് ഇങ്ങനെ നീണ്ടു നിൽപ്പുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടേപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്കിവിടെ കിട്ടിയ വെസ്റ്റിൻ്റെ അളവ് 8.25 അത് മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അതും മാർക്ക് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് ഈ മുകളിലെ വശത്തും ഇങ്ങനെ ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കണം. 8.25, 1.5, 9.25 കറക്റ്റായിട്ട് അവിടെ ഉണ്ടോ എന്നിങ്ങനെ നോക്കണം. ഇനി നമ്മൾ വെസ്റ്റിൻ്റെ അളവും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തുനിന്ന് മുകളിൽ നമ്മൾ ആ ഒരു ഭാഗം ആ ഒരു സൈഡ് വരെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് അത് കട്ട് ചെയ്ത് കളയുക. ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ബെൽറ്റിൻ്റെ ആ ഭാഗം ഒന്ന് കുറച്ച് നീട്ടിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ബാലൻസ് വരും. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം. ഈ രണ്ടാമത്തെ വശത്തെ അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഞാൻ ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം ദാ ഇതുപോലെ നല്ല ലെവലായിട്ടും നീറ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഹുക്ക് വയ്യും വയ്ക്കാനുള്ള പടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് വേറൊരു ബ്ലൗസ് പീസാണ്. നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കസ്റ്റമർ വന്നോട്ട് കൊടുത്തുവിടേണ്ടി വന്നു. അപ്പോൾ ഇനി ഹുക്കിന് വൈനും പടി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നേരത്തെ നമ്മളിങ്ങനെ 2 പീസ് വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പീസ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ്, അപ്പോൾ അതിൻ്റെ വലതുവശത്തായിട്ടാണ് ഹുക്ക് വരേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് എടുത്ത് ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി ഈ 2.5 ഇഞ്ച് വീതിയുള്ള തുണി ഇങ്ങനെ രണ്ടായിട്ടൊന്ന് സെൻറ്ററിൽ നിന്ന് മടക്കണം. എന്നിട്ട് അതിവിടേക്ക് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹുക്കിനും വൈനും. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടാണ് താഴോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇത്രയും ബാക്കിയുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് അങ്ങനെ വല്ലതും നിർത്തിയിട്ട് ബാക്കി ഇങ്ങനെ വെട്ടിക്കളയുക. എന്നിട്ട് ആ നമ്മൾ നിർത്തിയിരിക്കുന്ന 1/2 ഇഞ്ച് മുകളിലേക്ക് മടക്കി നമ്മുടെ ബെൽറ്റിൻ്റെ ആ ഒരു ലെവലിൽ പിടിച്ചിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതിങ്ങനെ സ്ട്രൈറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പതിച്ചടിക്കണം. ഈ ഒരു 4 ഇഞ്ച് കൊടുത്തേക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുക. ഇങ്ങനെ പതിച്ചടിച്ചതിന് ശേഷം ഇതിനി നമ്മുടെ ബ്ലൗസിൻ്റെ ചീത്ത വശത്തേക്ക് ആക്കിയിട്ട് ഒന്ന് മടക്കി അടിക്കണം. ഇതുപോലെ ചീത്ത വശത്തേക്ക് മടക്കി വെച്ചിട്ട് അടിക്കണം. ഞാനിതിവിടെ ഇങ്ങനെ ചീത്ത വശത്തേക്ക് ആക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ ഹുക്ക് വയ്ക്കേണ്ട ഭാഗം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഹുക്ക് വയ്ക്കേണ്ട ആ ഒരു സൈഡ് വന്നേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പീസ് എടുക്കാം. ഇതിലാണ് ഇനി അടുത്ത പടി സ്റ്റിച്ച് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ നല്ല വശത്തേക്കായിരുന്നു ഈ ഒരു പടി സ്റ്റിച്ച് ചെയ്തത്. ഇനി ഈ അടുത്തത് തുടങ്ങുമ്പോഴത്തേക്കും ഈ ബ്ലൗസിൻ്റെ ചീത്ത വശത്തേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു പീസിൻ്റെ സൈഡ് ഒരു 4 ഇഞ്ച് വെച്ചിട്ട് മടക്കി ഒറ്റ സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കണം. അറ്റേ കൂടെ നമ്മൾ അരി തയ്ച്ച് വെക്കുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം. ഇനി നമ്മൾ ഈ മടക്കി തയ്ച്ചിട്ടില്ലാത്ത വശം വേണം ഇതിലേക്ക് വെച്ചിട്ട് 4 ഇഞ്ചിൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ താഴെ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നേരത്തെ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ ഇത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ പീസ് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാനിത് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ച് വയ്ക്കാം. എന്നിട്ട് ഈ ഒരു പീസ് നമ്മൾ നേരത്തെ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ പാട് കാണുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പിടിക്കുക. ഒരു 5 ഹുക്ക് വയ്ക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു 5 ഹുക്ക് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 5 ഹുക്കിനുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ ഈ ഏറ്റവും അറ്റത്തായിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം അതിന് താഴേക്ക് വേണം 5ാമത്തെ ഹുക്കിന് വേണ്ടി മാർക്ക് ചെയ്യാനായിട്ട്. കാരണം അത് നമ്മൾ നെക്ക് അടിക്കുമ്പോൾ പോകേണ്ട വശമാണ്. ഇനി ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഹുക്കിന് വേണ്ടി മാർക്ക് ചെയ്തെടുത്തൊക്കെ വി പോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഹുക്ക് ഇടേണ്ട ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വി പോലെ മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വി പോലെ, പിന്നെ താഴേക്ക്, അത് കഴിഞ്ഞ് പിന്നെ വി പോലെ, പിന്നെ താഴേക്ക്, അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഹുക്ക് വയ്യും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണത് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ്. ഇതിന് നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ നീളത്തിലൊരു പീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ അറ്റം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയും പിന്നെ കുറച്ച് നീളമുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പതിച്ച് സ്റ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതിങ്ങനെ ചീത്ത വശത്തേക്ക് എടുക്കുവാണ്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ മടക്കിയിട്ട്. ഇല്ലെങ്കിൽ അവിടെ സ്റ്റിച്ചൊന്നും വല്ല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവിടെ എമ്മിങ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എമ്മിങ് ചെയ്തിട്ട് അതൊന്ന് അഴിച്ച് കളഞ്ഞാലും മതി. ഞാനിതിവിടെ ഇങ്ങനെ മടക്കി തയ്ച്ചെടുക്കുവാണ്. ഇത് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്തും കൂടെ എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരും. ഇനി ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും പിന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നു അതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ ബ്ലൗസിൻ്റെ ഈ 2 സൈഡ് കണ്ടോ, ഇത് കറക്റ്റ് ആണോ എന്നിങ്ങനെ പിടിച്ച് നോക്കണം. അവിടുത്തെ ലെങ്ത് അത് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണം. ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ താഴേന്നോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് ആമോളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെ കൂടുതൽ വല്ല നീണ്ടു നിൽപ്പുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. ഇനി ഈ ഷോൾഡർ രണ്ടും ഇങ്ങനെ പിടിച്ച് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഷോൾഡറിൽ ഞാനിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ അറ്റം ഒന്ന് മടക്കി അടിക്കണം. നമ്മൾ നേരത്തെ എടുത്ത പോലത്തെ ഒരു നീളമുള്ള പീസ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ അറ്റം എങ്ങനെയാണോ മടക്കി അടിച്ചത് അതുപോലെ സ്ലീവിനും മടക്കി അടിക്കണം. ഞാനിവിടെ സ്ലീവിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ ആ ഒരു ഭാഗം കൊടുത്തിട്ടില്ല. സാധാരണ നമ്മൾ എല്ലാ ഡ്രസ്സിനും ചെയ്യുന്നത് പോലെ തന്നെയാണ് ബ്ലൗസിനും സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡാണ് കൂട്ടി അടിക്കേണ്ടത്. ബ്ലൗസ് കൂട്ടി ജോയിൻ ചെയ്യുന്നത് താഴേന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. സാധാരണ നമ്മൾ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്കാണ് ജോയിൻ ചെയ്യാറ്. പക്ഷേ ബ്ലൗസിന് ചെയ്യുമ്പോൾ താഴേന്ന് മുകളിലേക്ക് വേണം
സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ പേൾ പിൻസ് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ അവിടെ 1.5 ഇഞ്ച്, പിന്നെ നമ്മുടെ ബസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച്, അത് കഴിഞ്ഞ് പിന്നെ വെസ്റ്റിൻ്റെ അവിടെയും 1.5 ഇഞ്ച്. ഇങ്ങനെയായിരുന്നു നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് സ്ട്രൈറ്റ് ആയിട്ട് ആ ഒരു പോയിൻറ്റ്സ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇനി ഇത് ഈ ഒരു വരച്ചിരിക്കുന്ന ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് 2-3 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ബ്ലൗസിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 2-3 സ്റ്റിച്ചൊക്കെ ഇട്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്രോസ് പീസുകൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ക്രോസ് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ക്രോസ് പീസ് ഇങ്ങനെ കുറച്ച് നീളത്തിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മുടെ സാരി ബ്ലൗസിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ക്രോസ് പീസിൻ്റെ അറ്റം ഒന്ന് അകത്തേക്ക് മടക്കി പിടിച്ച് അറ്റത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഞാനിവിടെ ഇതിങ്ങനെ 1/4 ഇഞ്ചിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെറിയ കട്ടിങ്സൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതിങ്ങോട്ട് തിരിച്ചെടുത്ത് പതിച്ചടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ നെക്ക് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ ബാക്കി ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന തുമ്പ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി നമ്മൾ നേരത്തെ 1/4 ഇഞ്ച് തയ്ച്ച സ്റ്റിച്ചിൻ്റെ അങ്ങോട്ട് വരാതെ അറ്റത്ത് കൂടെ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കണം. ഇത് നമുക്ക് എമ്മിങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ നെക്ക് തയ്ച്ച് കഴിഞ്ഞ് ഇനി ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് എമ്മിങ് ചെയ്തെടുക്കാം. നമ്മുടെ സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. ഞാനിത് നെക്കൊക്കെ എമ്മിങ് ചെയ്ത് ഹുക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.